ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട ആദ്യം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. അല്ല, ഗവർണറെ കാണുന്നതിന് മുമ്പ് പറയാൻ പാടില്ല, അതിനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഓടി വന്ന് നിങ്ങളോടാ പറഞ്ഞത്. എന്ത് പാടുപെട്ടാ ഓടി എത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ, അവരോട് ഏറ്റവും മാന്യമായി, അവരെ കരുതലോടുകൂടി, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല ഇതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ള. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും
പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപ ആവും ഇപ്പോൾ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്നവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1,000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാൻ. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1,000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2,000 രൂപയും 3,000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ. അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ MLA കൂടിയായ മുൻ മന്ത്രി ശ്രീ G. സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. G. സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. പറയാം അത് ഗവർണറുടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി, സീനിയർ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജിയുടെ രാജി സ്വീകരിച്ചു. ശ്രീ T. അസഫ് അലി, അഡ്വക്കേറ്റ് T. അസഫ് അലി, അദ്ദേഹം നേരത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ഓംബുഡ്സ്മാൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, PSC മെമ്പേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് പുതിയ മന്ത്രിസഭ, പുതിയ ഗവൺമെൻറ് അത് അറിയിക്കും എന്ന് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി.
കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇത്രയാണ് തീരുമാനങ്ങൾ. പിന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി മെച്ചപ്പെടുത്തി കുറേ കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ക്രമം അനുസരിച്ച്, ഇതൊരു കൺവെൻഷനലായിട്ട് ചേരുന്നതാണ്, അടുത്തതും അത് ചേരും. ഇതൊക്കെയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം നമുക്ക് ഇപ്പോഴല്ലേ നമ്മൾ ഒപ്പിട്ട് ചാർജ് എടുത്തത്. നമുക്കതിൻ്റെ ഫിസിക്കൽ ഇമ്പാക്റ്റ് എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്, ഒരു വർഷം എത്ര വരുമാനം ഉണ്ട്, അതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ വേറൊരിലോ ഉണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധവളപത്രം ഉണ്ടാവും. അല്ല, അതല്ലേ ഞാൻ പറയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ അത് നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും, നിങ്ങൾക്ക് തരും. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ, ചുമ്മാ. ഇല്ലില്ലേ, SIT രൂപീകരിച്ച് അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ചെയ്തോളും ഭംഗിയായിട്ട്. അതിലൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ട കാര്യം. ഒക്കെ വരട്ടെ, അത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാറില്ല, വേറെ വകുപ്പിൽ കയറി ഇടപെടാൻ പാടില്ല. ഇല്ലില്ല, അതൊക്കെ പറയാ. നമ്മളൊന്ന് ഒപ്പിട്ട് ഇങ്ങ് വന്നല്ലേ ഉള്ളു. ഒന്ന് ഒരു അത് സമയത്ത് കിട്ടിയ ഗസറ്റ് വരും സമയമാകുമ്പോൾ. വല്ലതും വൈകിയ റെക്കോർഡ് അല്ലേ, റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്. ഞാൻ പറഞ്ഞല്ലോ, അത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വിൽ ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു ഇത്രയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അത്രേ പറ്റിയുള്ളൂ. വരട്ടെ, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുള്ളൂ. അതിൻ്റെ വാക്കാണ്, രഹസ്യം ഫസ്റ്റ് നിങ്ങളുടെ പറയുള്ളൂ. ഉറപ്പായിട്ട് പരിശോധിക്കും, ഉറപ്പായി അത് പരിശോധിക്കും. കാരണം ഞാനും അതിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ല, വാക്കാണ്. ഞാൻ വിമർശിച്ചിട്ടുള്ള പരിശോധിക്കുക ഞങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആളിൽ എല്ലാവരും ഉണ്ടോ? ആരെ, ഏത് സ്ഥാനത്ത് നിന്ന്? അതിനെന്തിനാ എല്ലാവരും ജീവിതകാലം മുഴുവൻ കേരളത്തിൽ വരുന്ന എല്ലാ ഗവർണർമാർക്കും ഒരാളെ അഡ്വൈസറായിട്ട് വയ്ക്കാൻ പറ്റുമോ? അതെന്താ കാര്യം? അതെല്ലാം ഗവൺമെൻറ് അറിയിക്കുന്നു. The first cabinet meeting decided to implement 2 Indira guarantees offered by the UDF. First of all, the free journey of women in the KSRTC buses.
it will be implemented from June 15th onwards, 15th June onwards. The details will be informed later. Second, we are going to constitute a new department for the old age people. I think this will be the first one in India. We have many dreams about the old age people. And the reason is that aging is a big problem in Kerala also. And how you are measuring, whether it is a civilized society or not, we think that how the society is respecting the old age people, that is the measurement yard for checking that society is civilized or not. Our dream is that a day will come, Kerala will declare to the entire world that we are a civilized society, we are looking after our old age people decently. And third, we have offered, when the ASHA workers were on the street, in front of the secretariat, they have started long-term agitation. Myself went there and many UDF leaders went there. Then we offered that we will make actions to cure your problems. And the first cabinet will take a decision in favor of you. So, we kept our word. The first cabinet, we have decided to increase 3,000 rupees per month to all the ASHA workers as honorarium. Then for the Anganwadi workers, helpers, we increase 1,000 rupees per month. For the cooking staff in the schools, we are giving them 1,000 rupees per month more. And for the pre-primary teachers and ayahs, their honorarium is also increased by 1,000 rupees. And we have decided our pro tem speaker, Mr. G. Sudhakaran, senior MLA, will be the pro tem speaker. We have recommended to the Honorable Governor to convene the assembly for the swearing in of the MLAs and for the selection of the speaker. Then on 21st, swearing in of the MLAs, 22nd, election of the speaker, and 29th for the address by the Honorable Governor. And we have appointed Senior Advocate Mr. Jaju Babu as Advocate General, and another Senior Fellow, Advocate T. Asaf Ali, as the Director General of Prosecution. These are the items. Yeah, when the former Chief Minister was conducting a program, there was a protest in Alleppey and there was a case. Two workers were brutally attacked by the gunmen of the Honorable former Chief Minister. It was a case, and by rejecting the arguments put forward by the prosecution, the court issued an order for a reinvestigation. Unfortunately, for the last 1.5 years, the government has not so far issued an order for reinvestigation. So the first cabinet decided to constitute a special investigation team for the reinvestigation ordered by the Honorable Court. Okay? But do you think that it might sound like a politics of vendetta? That is why I told you that on November 8th, 2024,
the Alappuzha District Court issued an order for a reinvestigation. Not so far. The government has not issued an order for investigation. This is, we are implementing the court order. How it will, it can be interpreted as a political vendetta? No. But we don't forget anything. സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാധാരണ ഈ ഉള്ള ഒരു പ്രോട്ടോകോൾ കീഴ്വഴക്കം മാറ്റി വെച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രീസിഡൻസ് ഒക്കെ മാറ്റപ്പെടാനുള്ളതല്ലേ. പ്രീസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇത് 150 കൊല്ലം മുമ്പുള്ള പ്രീസിഡൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഈ സത്യപ്രതിജ്ഞ നിങ്ങൾ കണ്ടില്ലേ. ഈ സത്യപ്രതിജ്ഞയിൽ വന്ന അതിഥികൾ ആരൊക്കെയായിരുന്നു? ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീമതി പ്രിയങ്ക ഗാന്ധി, 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, 2 സംസ്ഥാനങ്ങളിലെ ഉപമുഖ്യമന്ത്രിമാർ, നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗൽ. ഇതിനു മുമ്പ് ഏതെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക്, ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഇത്രയധികം നേതാക്കൾ ഒരുമിച്ച് വന്ന സമയമുണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതൃനിരയിലെ BJP പ്രസിഡന്റ്, CPI സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ നിര അല്ലേ. അവിടുത്തെ ക്രൗഡ് എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്തൊരു ക്രൗഡ് അല്ലേ. അത് നമുക്കറിയായിരുന്നു മുൻകൂട്ടി സംഭവിക്കുമെന്ന്. അപ്പോൾ സുരക്ഷിതത്വവും മറ്റു കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ഇല്ലേ, എല്ലാവരുടെയും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവിടെ കുറച്ച് പേരെ കൊണ്ടുപോയി താഴെ ഇരുത്തുകയും കുറച്ച് പേരെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തുകയും അല്ല ചെയ്തത്. ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസിനെല്ലാം നേരിട്ട് തന്നെ ഞാൻ വിളിച്ചത്. മുൻ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടാണ് ക്ഷണിച്ചത്. അദ്ദേഹം സ്നേഹപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തി. ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ബാക്കി ഞാൻ BJP പ്രസിഡന്റിനെല്ലാം ഫോണിൽ MLA ആയിട്ട് ജയിച്ചു വന്ന ആളാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയല്ല. എനിക്ക് പറ്റാവുന്നത്ര സമയപരിധി ഉണ്ട്, അറിയാമല്ലോ. എല്ലാവരെയും നേരിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിസഭയല്ലേ അല്ലേ, അത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചെയ്യണം. അത് കേരളം പുതിയ ചില സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വരുമ്പോൾ ചില സന്ദേശങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ എൻ്റെ ഒറ്റ മറുപടിയല്ല, എപ്പോഴും പ്രീസിഡൻസ് എന്ന് പറയരുത്. ഒരുപാട് പ്രീസിഡൻസ് ഇനി മാറ്റപ്പെടും. ഇതൊരു വേറൊരു ജനകീയമായ സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ഞാനല്ലാതെ പറയേണ്ടത്, നിങ്ങളാണത് വിലയിരുത്തി വാർത്ത കൊടുക്കേണ്ടത്. എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞ? ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലല്ല, അദ്ദേഹം വരും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം വരും. ഇപ്പം ശരിയപ്പാ, ഇതെല്ലാം എന്തോരം പറഞ്ഞ് Definitely, we have to protect each and every old age people. We don't allow them to be alone. The government is with them. Kerala is with them. That is a message. It's a very good question. That is our dream. We have to reach there. Nobody. Okay. Thank you very much.